മധ്യപൂർവ്വദേശത്തിലെ ഒരു ശാന്തമായ പട്ടണത്തിൽ ജീവിതം പതുക്കെ നീങ്ങുന്നിടത്ത്, പരമ്പരാഗത മൂല്യങ്ങൾ ശക്തമായി നിലനിൽക്കുന്നിടത്ത് ഒരു വയോധികനായ പിതാവ് ജീവിച്ചിരുന്നു. സ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയം, പക്ഷേ അദ്ദേഹത്തിന് ചുറ്റും നിശബ്ദത നിറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഏക മകൻ, പട്ടണത്തിലെ പേരുകേട്ട വ്യാപാരി, സമ്പന്നമായ ജീവിതം. എന്നാൽ തന്റെ മകനെ കാണാൻ ആ പിതാവ് ദിവസവും വ്യാപാര സ്ഥലത്തും മകന്റെ വീട്ടിനു പുറത്തും കാത്തിരുന്നു. എന്നാൽ മിക്കവാറും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ദിവസങ്ങൾ കടന്നു, ആഴ്ചകൾ കടന്നു, മാസങ്ങൾ കടന്നു. ആ പിതാവ് കാത്തിരുന്നു. അദ്ദേഹത്തിന്റെ പഴയ ഒറ്റമുറി വീട്ടിൽ പഴയ ഓർമ്മകളുമായി അദ്ദേഹം ഒറ്റയ്ക്ക് കാലം കഴിച്ചുകൂട്ടി. ഒരിക്കൽ തന്റെ കൈ വിട്ടുപോകാത്ത കുഞ്ഞ് ഇപ്പോൾ ജീവിതത്തിന്റെ തിരക്കിൽ നഷ്ടപ്പെട്ടു. അദ്ദേഹം ഒരിക്കലും പരാതിപ്പെട്ടില്ല. പക്ഷേ നിശബ്ദത വിശപ്പിനേക്കാൾ ഭാരമുള്ളതാണ്. ഒരു ദിവസം ഏറെ നാളായി ആലോചിച്ചെടുത്ത ശാന്തമായ ഒരു തീരുമാനത്തോടെ ആ വയോധികൻ എഴുന്നേറ്റു. തന്റെ തലപ്പാവും വസ്ത്രങ്ങളും നേരെയാക്കി ഒരു ദൃഢനിശ്ചയത്തോടെ അവിടുത്തെ ന്യായാധിപന്റെ അടുത്തെത്തി. കോടതി മുറ്റവും പരിസരവും നിറഞ്ഞിരുന്നു. ശബ്ദങ്ങളാൽ, വാദങ്ങളാൽ. സലീമിന്റെ ഉപ്പ. അവിടെ കൂടിയിരുന്നവർ പിറുപിറുത്തു. ജഡ്ജും ബഹുമാനത്തോടെ അദ്ദേഹത്തോട് കാര്യം തിരക്കി. എന്റെ മകൻ സലീം തനിക്ക് ചെലവിന് തരുന്നില്ല. അദ്ദേഹത്തിന്റെ പരാതി കേട്ട് അവിടെ കൂടിയിരുന്നവർ അന്ധാളിച്ചു. മകനെ ആളെ വിട്ടു വിളിപ്പിച്ചു. മകനെത്തി. ആത്മവിശ്വാസത്തോടെ, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പോടെ. ന്യായാധിപൻ ശ്രദ്ധിച്ചു. തന്റെ പിതാവിന് താൻ ചെലവിന് കൊടുക്കേണ്ടതില്ലെന്നും അദ്ദേഹം പണക്കാരനായിട്ടും ഫക്കീറായി ജീവിക്കാൻ താൽപ്പര്യം കാണിക്കുന്നതാണെന്നും മകൻ വാദിച്ചു. അത് സത്യവുമായിരുന്നു. എന്നാൽ ആ വൃദ്ധപിതാവും വിട്ടുകൊടുത്തില്ല. പിതാവ് ദരിദ്രനോ സമ്പന്നനോ ആവട്ടെ, മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കുക എന്നത് മക്നറെ ഉത്തരവാദിത്തമാണെന്നു അദ്ദേഹം വാദിച്ചു. തന്റെ തിരക്കിട്ട ജീവിതത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന തന്റെ ബാപ്പ തന്നോട് ഒരിക്കൽ പോലും ചെലവിന് ചോദിക്കാതെ നേരെ ന്യായാധിപന്റെ മുന്നിൽ പരാതിപ്പെട്ടത് തന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാനാണെന്ന ചിന്തയിൽ മകനും തർക്കിച്ചു. അങ്ങനെ തർക്കം മുറുകുന്നതിനിടയിലാണ് പിതാവ് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തി തന്റെ ആവശ്യം പറഞ്ഞത്. എനിക്ക് കൂടുതലൊന്നും വേണ്ട, 1 ദിനാർ മതി. അദ്ദേഹം 1 ദിനാറിന്റെ നാണയം എടുത്തു കാണിച്ചു പറഞ്ഞു. തന്റെ പിതാവ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകാതെ മകൻ സലീമും അവിടെ കൂടിയിരുന്നവരും കുഴങ്ങി. തന്റെ തിരക്കിനെക്കുറിച്ചും സമയക്കുറവിനെക്കുറിച്ചും സൂചിപ്പിച്ച മകനോട് ആ ഉപ്പ ഒരു കാര്യം കൂടി ഉറപ്പിച്ചു പറഞ്ഞു. ആ 1 ദിനാർ എല്ലാ മാസവും 3 ദിവസത്തിനുള്ളിൽ നിന്റെ കൈകൊണ്ട് തന്നെ വേണം. ഇത്രയും നേരമെല്ലാം കേട്ട് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരുന്ന ജഡ്ജി പിതാവിന്റെ ആവശ്യം നിരാകരിക്കാനാവില്ലെന്നും സലീം അത് നിറവേറ്റാൻ ബാധ്യസ്ഥനാണെന്നും ഉത്തരവിട്ടു. ശേഷം കോടതി പിരിച്ചുവിട്ടു. ഒരു ഉപ്പയും അദ്ദേഹത്തിന്റെ ഏക മകനും തുടർന്ന് ഒന്നും സംസാരിക്കാനില്ലാതെ വേർപിരിഞ്ഞു. ജനങ്ങൾ പിരിഞ്ഞപ്പോൾ ന്യായാധിപൻ അദ്ദേഹത്തെ വിളിച്ച് സ്വകാര്യമായി ചോദിച്ചു, എന്തിനു 1 ദിനാറിന് തങ്ങൾ വാശി പിടിക്കുന്നു? അദ്ദേഹം ചെറുതായി ചിരിച്ചു. വേദന നിറഞ്ഞൊരു ചിരി. അവർ പറഞ്ഞു, കുറഞ്ഞത് ഓരോ മാസവും ഒരിക്കലെങ്കിലും എന്റെ മകൻ എന്നെ കാണാൻ വരാൻ. അതെന്റെ ആഗ്രഹമാണ്. അല്ലാഹുവാണ് സത്യം. അത് അവന് നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലാഹു അവനെ ശിക്ഷിച്ചാലോ എന്ന് ഞാൻ ഭയക്കുന്നു. അദ്ദേഹത്തിന്റെ കണ്ഠമിടറി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്ക് വേണ്ടത് നിങ്ങളുടെ കൂടെയുള്ള സമയമാണ്. നിങ്ങൾക്കത് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു വിളിക്കെങ്കിലും വേണ്ടി കാത്തിരിക്കുന്നവരെ ആ കാത്തിരിപ്പ് അവസാനിക്കുന്നതിന് മുൻപേ വിളിക്കുക.